നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കുറുമ്പുക്കലിലെ കർഷകനായ വി.പി. രാഘവന്റെ 250 സെന്റ് സ്ഥലത്ത് ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട ചെറുനാരങ്ങ കൃഷിയുടെ തൈനടിൽ ഉദ്ഘാടനം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ഗംഗാധരൻ മാസ്റ്റർ നിർവഹിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കർഷകർക്ക് ഇനി വിദേശത്തു നിന്നുകൊണ്ട് പഞ്ചായത്തിലെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെള്ളവും വളവും മൊബൈൽ ആപ്പ് വഴിയും നൽകാം. മണ്ണിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച സെൻസർ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ച് വെള്ളം നനക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനവും വളവും നൽകുന്നത്. ആധുനിക രീതിയിലെ കൃഷി ഉപയോഗിച്ച് വി.പി. രാഘവന്റെ ആദ്യത്തെ ചെറുനാരങ്ങ കൃഷി കുറുമ്പക്കലിലെ കൃഷിസ്ഥലത്ത് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മെമ്പർ കൃഷ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട രാഘവട്ടൻ, രാജേഷ്, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് വിജേഷ്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കൃഷി ഇടത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് രാഘവട്ടനെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ രാഘവട്ടൻ ഒരു സ്ഥിരോത്സാഹിയായ ഒരു കൃഷിക്കാരനാണ് എന്നുള്ള കാര്യം ഇവിടെ വെച്ച് അറിയാനിടയായി. ഇവിടെ വിശാലമായ ഒരു 3 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം വളരെയേറെ ത്യാഗത്തിൻ്റെ ഭാഗമായി ഈ ഒരു ഭൂമി നല്ലൊരു കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു നാരക കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചെറുനാരക കൃഷി അത് 300 എണ്ണം ഇവിടെ കൃഷി ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി പരിപാലിച്ചുകൊണ്ട് ഒരു നല്ല കൃഷിത്തോട്ടമാക്കി, നാരകത്തോട്ടമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഏതായാലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവമായ ഒരു സംഭവമാണ്. 3 ലക്ഷം രൂപ ചെലവാക്കിയാണ് ചെറുനാരങ്ങ കൃഷി ആരംഭിച്ചത്. പഞ്ചായത്ത് അംഗം ശ്രീകൃഷ്ണൻ, കൃഷി ഓഫീസർ ആർ അനു, കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ്, ആർ സന്തോഷ് കുമാർ, കെ രാജേഷ്, നിഖിലേഷ് എന്നിവർ സംസാരിച്ചു. മാങ്ങാട്ടിടം കൃഷിഭവന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 250 സെന്റിൽ ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട ചെറുനാരങ്ങ കൃഷി ആരംഭിച്ചത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.